കാരണം ട്രംപിന്റെ വായിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ട്രംപ് പറയുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന യൂണിയൻ എന്ന് പറയുന്നത് അമേരിക്കയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇപ്പം മൊത്തം യൂറോപ്പിന്റെ മൊത്തം GDP നോക്കുകയാണെങ്കിൽ ഏകദേശം അമേരിക്കയുടെ GDP ഉണ്ട്. രാജ്യങ്ങളുടെ മേജർ രാജ്യങ്ങളുടെ ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ യൂണിയന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു ചിന്താഗതി. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയനെ ട്രംപ് ഒട്ടും മാനിക്കത്തില്ല. പക്ഷെ നേറ്റോ ഫോഴ്സ് എന്ന് പറയുന്നത്, നേറ്റോയുടെ ചരിത്രം നോക്കിയതിന് 1949 നേറ്റോ ഫോം ചെയ്യുന്നത് ഒരു 12 രാജ്യങ്ങളുമായിട്ട്. അതായത് USSRന്റെ ഒരു ഇൻവേഷന് ചെക്കോസ്ലോവാക്യയിലേക്ക് വന്നതുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ജർമ്മനിയിലെ ബെർലിനിലുള്ള ഇൻവേഷനൊക്കെ ബന്ധപ്പെട്ട് യൂറോപ്പിലേക്ക് ഒരു ഈ കമ്മ്യൂണിസം അല്ലെങ്കിൽ ഒരു സോഷ്യലിസം കടന്നു കയറുമോ എന്ന് ഭയപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. അന്ന് 12 അംഗരാജ്യങ്ങളാണ് അതിനകത്തുള്ളത്. ഇന്ന് 32 അംഗരാജ്യങ്ങളുണ്ട്. അപ്പം യൂറോപ്യൻ യൂണിയൻ ഇപ്പൊ കാനഡയും അമേരിക്കയും ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളത് 32 മേജർ മിക്കവാറും രാജ്യങ്ങൾ അതിന്റെ ഭാഗമാണ്. യുക്രൈനൊക്കെ ആകുന്ന ബന്ധപ്പെട്ടാണല്ലോ യുദ്ധം ആരംഭിച്ചത് ഇപ്പം. അപ്പൊ അങ്ങനെ വരുമ്പം ഈ നേറ്റോ ഫോഴ്സിനകത്തുള്ള അമേരിക്കയുടെ ഒരു പ്രാതിനിധ്യം നമുക്ക് നോക്കണം. മൊത്തം നോക്കുകയാണെങ്കിൽ നേറ്റോ ഫോഴ്സിന്റെ ആകെയുള്ള ഒരു മിലിറ്ററി സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു 3.5 മില്യനാണ്. 3.5 മില്യൺ 35 ലക്ഷം. അപ്പം 35 ലക്ഷം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏകദേശം 1.3 ഒരു 13 ലക്ഷം 15 ലക്ഷത്തോളം അമേരിക്കയാണ്. അപ്പം അതിനകത്തുള്ള ഒരു 35 ലക്ഷത്തിനകത്ത് 15 ലക്ഷം പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അമേരിക്ക പട്ടാളം ഉള്ളെങ്കിലും അതിന്റെ ഡിഫൻസ് സ്പെൻഡിങ് നല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് 1.5 ട്രില്യൺ ആണ് ഏകദേശമാണ് അതിന്റെ മൊത്തം ഡിഫൻസ് സ്പെൻഡിങ്. അതിനകത്ത് 1 ട്രില്യനും അമേരിക്കയുടേതാണ്. അതായത് 2 ഭാഗമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയാണ്. അപ്പം ചൈനയെ റഷ്യ ആലോചിച്ച് നോക്കണം. റഷ്യക്ക് 1.3 ആണ് അവരുടെ പ്രഖ്യാപിത നമ്പർ നോക്കണം. അപ്പം 1.3 മില്യൺ. അപ്പോൾ ഇപ്പം ഇതിനകത്ത് നിന്ന് നേറ്റോയ്ക്കകത്ത് നിന്ന് അമേരിക്ക പോയി കഴിഞ്ഞാൽ നേറ്റോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അത് അമേരിക്ക വ്യക്തമായിട്ട് അറിയാം. കഴിഞ്ഞ ടേമിൽ വന്നപ്പോഴും ആദ്യം ട്രംപ് ഭയപ്പെടുത്തിയത് നേറ്റോ നിങ്ങൾ പിന്മാറും എന്നുള്ളതാണ്. കാരണം നേറ്റോയിലേക്ക് മറ്റു രാജ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പുട്ട് യുവർ ഫെയർ ഷെയറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് GDP 2% കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ GDP 5% കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പം മിക്കവാറും രാജ്യങ്ങൾ 3.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ വളരെ രസകരമാണ്. കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഡിഫൻസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇവർ എന്താണ് ഈ പണം ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിന് ഡിഫൻസിന് ആയുധങ്ങൾ വാങ്ങിക്കുക, പ്ലെയിൻ വാങ്ങിക്കുക, വാർ പ്ലെയിൻ മേടിക്കുക. ഇതൊക്കെ അമേരിക്കയുടേതാണ് വാങ്ങിക്കേണ്ടത്. അവരുടെ GDPയുടെ 5% അമേരിക്കയിലേക്ക് വരികയാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് വിട്ടുമാറുമോ, ഇതിൽ നിന്ന് പോകുമോ എന്ന് ചോദിച്ചാൽ അമേരിക്ക വിട്ടുമാറാനുള്ള സാധ്യത കുറവാണ്.